ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ബാബുവിന്റെ സുഹൃത്ത് സോജൻ വന്നിട്ടുണ്ട്. സോജൻ വരും. ഇതു ജീവിതം സെലിന്റെ കുഞ്ഞമ്മ ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞമ്മയും കൂടെ വിളിക്കാം. ഇവിടെ പരാതി പിന്നെ ബാബു പരാതി കൊടുത്ത വിവരമൊക്കെ കാര്യങ്ങളും എല്ലാം കുഞ്ഞമ്മ അറിഞ്ഞല്ലോ. അറിഞ്ഞു എല്ലാം അറിഞ്ഞു. ഇപ്പം രണ്ടുപേരും അവരവരുടെ ഭാഗങ്ങൾ പറഞ്ഞു. കൂടുതലും സെലിന്റെ കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടെന്ന് ഇതുവരെ കേട്ടതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇദ്ദേഹം കുടിച്ചു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നും മദ്യമൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ വയലന്റ് ആയിട്ട് പെരുമാറുന്നുണ്ടെന്നാണല്ലോ കേൾക്കുന്നത്. അവനങ്ങനെ പെരുമാറിയായിരുന്നു. ആണോ? അവള് പറഞ്ഞത് സത്യമാണ്. ആദ്യകാലങ്ങളിൽ ഇവൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവൻ ഒരു കുറച്ചു കാലമൊക്കെ സന്തോഷമായിട്ട് സ്നേഹമായിട്ടൊക്കെ ഇവർ കഴിഞ്ഞു പോയി. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇടക്കാലം കൊണ്ട് ഇവൻ വളരെയധികം മദ്യപിക്കുകയും അനാവശ്യ കൂട്ടുകെട്ടിലൊക്കെ നടന്ന് കുടുംബത്തെ അവൻ ആലോക്യം ഉണ്ടാക്കുകയും കുട്ടികളോടും അന്ന് ഇവൻ ആദ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടിയെ പ്രസവിച്ച് 6 മാസമായപ്പോൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവൻ നാട് വിട്ടൊക്കെ പോയതാണ്. അത് കഴിഞ്ഞ് കുറേ ആ കുട്ടിയെ വളർത്തി വളരെയധികം കഷ്ടപ്പെട്ടാണ് കുഞ്ഞിനെ വളർത്താനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി. എല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. കുട്ടിക്ക് 10, 12, 13 വയസ്സായി പിന്നെയാണ് വന്നത്. അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമതൊരു കുട്ടിയായി. അപ്പോൾ അവർ വന്നിട്ട് അവൻ മദ്യപാനത്തിൽ നിന്നൊന്നും അവൻ ഒഴിവാകാനായിട്ടൊരു തീരുമാനമൊന്നുമില്ല. പിന്നെ ഇപ്പം വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആക്കി ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു കച്ചറയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം എന്ത് വന്നാലും ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പം എന്തെല്ലാം വന്നാലും ഇവളത് ക്ഷമിച്ച് സഹിച്ച് അവൾ ജീവിക്കുന്നുണ്ട്. പിന്നെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അവൾ ക്ഷമിക്കുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് ഇവക്കും ഇവിടെ കുട്ടികൾക്കും അവനിൽ നിന്നൊരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ അവൻ മനസ്സ് വെച്ച് നല്ലൊരു കുടുംബനാഥനായിട്ട് കുടുംബം നയിച്ചു പോവുകയാണെങ്കിൽ ഇവർ തങ്ങളിൽ ബന്ധം വേർപിരിയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞങ്ങൾക്കത് ഇഷ്ടവുമല്ല. കാരണം രണ്ടുപേരും ചെറുപ്പക്കാരാണ്. ഞങ്ങൾ കുടുംബം പിരിക്കാൻ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കുട്ടികൾ നന്നായിട്ട് കുടുംബം നോക്കി അവനൊരു നല്ലൊരു മനുഷ്യനായിട്ട് തീർന്ന് അവക്കും അവിടെ കുഞ്ഞുങ്ങൾക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ചെലവിന് കൊടുക്കുകയും അവർ സന്തോഷമായിട്ട് കുടുംബം നയിച്ചു പോകണമെന്നുള്ള ഒരൊറ്റ അഭിപ്രായക്കാരിയാണ് ഞാൻ. അല്ല പിന്നെ സോജൻ, നിങ്ങൾ അയൽവാസികളാണോ? ആയിരുന്നു. നാട്ടുകാരാണ്. ഒരേ സ്ഥലത്ത് താമസിക്കുന്നവരാണ്. എത്ര വർഷമായിട്ടുള്ള അടുപ്പമുണ്ട് നിങ്ങൾക്ക്? സൗഹൃദം അടുപ്പം ആദ്യം അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ട് ഇവൻ ഇവിടുന്ന് പോയപ്പോൾ പിന്നെ അധികം അടുപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വന്നതിന് ശേഷമുള്ള കമ്പനിയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഈ 3 കൊല്ലം കൊണ്ട് കമ്പനിയേ ഉള്ളൂ. നിങ്ങൾ മദ്യപിക്കാനും ചീട്ട് കളിക്കാനും കഞ്ചാവ് ഉപയോഗിക്കാനും ഒക്കെ ഉള്ള കൂട്ടുകാരനാണോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ദുശീലങ്ങളൊന്നുമില്ല അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടുകാർ ഇദ്ദേഹം വയലന്റ് ആയിട്ട് പെരുമാറുന്നല്ലോ, അത് കുടുംബത്തെ അങ്ങനെ കാണിക്കരുതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ നിങ്ങൾക്ക് അങ്ങേരോട്? അല്ല, അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്താലേ ജീവിതം നടക്കുള്ളൂ. വിട്ടുവീഴ്ച? എന്ത് വിട്ടുവീഴ്ചയാണ് സെലിന്റെ ഭാഗത്ത് നിന്ന് സോജൻ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇപ്പൊ അതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇവൻ കേട്ടപ്പോൾ ഇവൻ പണിയെടുത്ത പൈസ കൊടുത്താലും വീട്ടിൽ വഴക്കാണ്. അങ്ങനെയാണ് ഇവൻ കുടിക്കുന്നത്. എന്തൊക്കെയാണ് ഇവൻ എന്നോട് പറഞ്ഞേക്കുന്നത്. പണിയെടുത്ത് പൈസ കൊണ്ട് കൊടുത്താലും അവൻ ആദ്യം മൊത്തം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത്. ഇവന് കൗങ്ങിന്റെ പണിയൊക്കെയാണ്. ഇപ്പൊ പൈസ ആഴ്ചയിൽ മൊത്തം കൊണ്ട് കൊടുക്കും. അത് വീട്ടില് പിന്നെ വഴക്കാണ്. പിന്നെ അമ്മായിമ്മയായിട്ട് ചേർന്നില്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങള്. അമ്മായിയമ്മ അവിടെ ഇല്ലല്ലോ, അവരങ്ങ് വേറെ ഒറ്റയ്ക്ക് താമസിക്കുക. അമ്മായിമ്മ അവിടെ ഇല്ലെങ്കിലും ഏത് സമയം ലൈനിലുണ്ട് മാഡം. അവിടെയാണ് പ്രശ്നം. അമ്മായിമ്മയാണ് ഈ ജീവിതം ഇങ്ങനെ ആക്കിയത്. പുള്ളിക്കാരത്തെ ഞാൻ ഈ വേദിയിലേക്ക് വിളിച്ചതായിരുന്നു. അവരാണോ അതിന്റെ കാരണം? പുള്ളിക്കാരത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് വിളിച്ചതാ. പുള്ളിക്കാരത്തി വരണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി വന്നില്ലല്ലോ. അമ്മച്ചി എൻ്റെ അടുത്ത് പോലും ചേർന്ന് പോവില്ല. പിന്നെ ഒരു മക്കളോടും അതിനൊരു യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ കൊച്ചിനോട് ഇച്ചിരി സ്നേഹം കൂടുതൽ കാണിക്കും, മോനോട് മാത്രം. അതല്ലാതെ വേറൊന്നും. പിന്നെ എന്താന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ മരുമകൻ്റെ കുറ്റം പറയുക തന്നെ ചെയ്യും. അത് ആര് വിലക്കെടുക്കുന്നു? അവരുടെ സ്വഭാവ രീതി അങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ചു വിടുകയാണ്. അതാണ്. പിന്നെ അത് പറയാനുള്ള അവസരവും പിന്നെ ബാബു നിരന്തരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഴയ ആൾക്കാരല്ലേ,
പിന്നെ ബാബുവിന്റെ അമ്മ നല്ല സ്വബോധത്തോടുകൂടി ആയിരുന്നെങ്കിൽ അവരും ഇത് തന്നെയല്ലേ പറയുള്ളൂ. മറിച്ച് പറയൂ എന്റെ മകൻ ചെയ്യുന്നത് ഇതൊക്കെ നല്ല കാര്യങ്ങളാന്ന് പറയൂ. എന്റെ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ ഉള്ള കഴിവുണ്ടായിരുന്നു, ഞാനിങ്ങനെ ആകുകയായിരുന്നു. അതൊക്കെ ഓരോ ന്യായങ്ങൾ വെറുതെ പറയുന്നതല്ലേ. എനിക്ക് വേണ്ട വിദ്യാഭ്യാസം എന്റെ കാരണന്മാർക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. അതാ ഞാനിങ്ങനെ ആയിപ്പോയത്. അതേപോലെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നില്ലല്ലോ. ഇല്ല, കാരണം നമുക്കത് അറിയത്തില്ല. അല്ല, അറിയത്തില്ലേ? ലോകപരിചയം കൊണ്ടാ ഞാൻ 3ാം ക്ലാസ് വിദ്യാഭ്യാസക്കാരനാണ്. ലോകപരിചയം കൊണ്ടാ ഞാൻ ഇത്രയൊക്കെ ഇവിടെ അതുപോലെ തന്നെ ഇത് ഈ ഇരിക്കുന്ന എന്റെ വൈഫാണേലും ഒരാണുങ്ങളെ മുഖത്ത് നോക്കിയാലായിരുന്നു. ഒരു 18 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനായ ഒരാള് കയറി ചെന്ന 2 പേരും ഒന്നിച്ച് ഒരു ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് ഫോറസ്റ്റിന്റെ നടുക്ക് ഇപ്പോഴും കിടപ്പുണ്ട് ആ സ്ഥലം. അവിടെ ഒരു ജനവാസമില്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ പെമ്പറന്നോത്തി ഈ നിലയിൽ ഇവിടെ വരെ എത്തിയത് ജോലിക്ക്. നിങ്ങൾക്ക് സന്തോഷമാണോ നിങ്ങൾക്ക് എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ ഞങ്ങൾ അയൽവാസികളായിട്ട് താമസിച്ചെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും മനസ്സറിയാത്ത കാര്യത്തിന് ഈ എൻ്റെ അമ്മായിമ്മ അവിക്കാതി പറഞ്ഞുണ്ടാക്കിയ വകുപ്പിലാണ് ഞാൻ ഈ പെണ്ണെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ഞാൻ മനസ്സറിയാത്തായിരുന്നു. ഞാനൊരു പെണ്ണ് മുഖത്ത് പോലും നോക്കിയാത്ത മനുഷ്യനായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 19 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. 19 20 വയസ്സ് 22 വയസ്സ് 22 വയസ്സ് അങ്ങനെ. 1998 ജനുവരി 22 ഞങ്ങളുടെ രജിസ്റ്റർ നടക്കുന്നത്. ജൂൺ 26 എൻ്റെ മോനെ പ്രസവിക്കും. എനിക്ക് മനസ്സറിയാത്ത കാര്യത്തിന് ഞാൻ വാശിക്ക് ചെന്ന് കയറിയതാണ്. അമ്മച്ചിയോട് വഴക്കുണ്ടാക്കിയപ്പോ പറഞ്ഞിരുന്നു നിങ്ങളോടുള്ള ഒറ്റ വാശി. പരസ്യമായിട്ട് 4 പേരുടെ മുമ്പിൽ നമ്മളെ അറിയില്ലാത്ത കാര്യത്തിന് കളിയാക്കിയപ്പോ നിങ്ങൾ എന്നിട്ട് വേറൊരു സ്ത്രീയായിട്ട് ബന്ധം സ്ഥാപിച്ചില്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ? എപ്പോഴും? ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞില്ലേ? 10-13 വർഷം കഴിയും മുമ്പല്ലേ? 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവളുമായിട്ട് പിരിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ബന്ധം സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചു. അതിനകത്ത് മക്കളൊന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്ത തെറ്റ് മേഡം നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാ. അത് എവിടെയാണേലും അതെ. ബാബു, ഇവരുടെ അമ്മയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഈ പെണ്ണിനെ ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നോ നിങ്ങൾ? ചതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ജനുവരി 22 രജിസ്റ്റർ ചെയ്യുന്നു, ജൂൺ 26 എന്റെ പെമ്പറന്നോത്തി പ്രസവിക്കുന്നു. അപ്പൊ അവരുടെ അമ്മ എനിക്ക് ചതിക്കായിരുന്നല്ലോ എനിക്ക് പെണ്ണ്. അല്ല, അപ്പോഴേ അവരുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിന് തെറ്റുണ്ടോ? ആരുടെ അമ്മായിയമ്മ? എനിക്ക് മനസ്സറിയാത്ത കാര്യത്തിനെ കുറിച്ച് ഈ പെണ്ണിനെ കുറിച്ച് അവിക്കാതെ പറഞ്ഞപ്പം ഞാൻ കല്യാണം കഴിക്കണേ എന്റെ ഈ അപ്പൊ എന്തോ അപഖ്യാതി പറഞ്ഞെന്നാ പറയുന്നത്? അവിക്കാതെ പറഞ്ഞ 4 പേരുടെ കേക്കൽ എന്നെ കളിയാക്കി. എന്തുകൊണ്ട് കളിയാക്കി? എന്തുകൊണ്ട് എന്റെ മോളെ കെട്ടാനുള്ളൂ അന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു. ഒത്തിരി അന്ന് അറിവില്ലാത്ത കാലം, 22 വയസ്സായി നടക്കുന്ന കാലത്താണ്. 22 വയസ്സ് അറിവില്ലാത്ത കാര്യമാണ്. അല്ലെന്നേ എനിക്ക്, കാരണം എന്റെ ജീവിതശൈലി അങ്ങനെ. കാരണം ഞാൻ 3ാം ക്ലാസ് വിദ്യാഭ്യാസക്കാരൻ, എനിക്ക് എന്നെ അറിവിരിക്കും. മഹാരഥന്മാരായിട്ടുള്ള എത്രയോ പേര് സ്കൂള് പോലും കാണാത്തവരായിട്ടുള്ള അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ അറിവിന്റെ സമ്പത്ത് അവർ സ്വയം കൂട്ടി ജീവിച്ച എത്രയോ പേരുണ്ട് ഈ ലോകത്ത്. അതൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? കലാലയത്തിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും മാത്രം കിട്ടുന്നതല്ല നന്മയും സ്നേഹവും ഒക്കെ. ആത്മാർത്ഥത എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്തത്തിലുള്ള ഒരു സാധനമാണ്. സ്നേഹം, നന്മ, ഇതെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ഒരു സാധനം. അത് എവിടെ നിന്നും കിട്ടത്തില്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞു വരുന്ന ന്യായങ്ങൾ, ആ സ്ഥലം മാറുക, പിന്നെ ഈ സോജൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, സോജൻ എന്തായാലും ഇവിടെ വരുന്നത് വരെ സോജന്റെ എല്ലാ കാര്യങ്ങളും ബാബുവിന്റെ കാര്യങ്ങളും അറിയാമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സോജന് ഇയാൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ പ്രദേശത്ത് ഇവരുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൃക്സാക്ഷിയല്ല. അകലത്താ താമസിക്കുന്നത്. 4-5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ എവിടെ വെച്ചാ മീറ്റ് ചെയ്യുന്നത് നിങ്ങള്? ഇല്ല, അവിടെ പണി ഞാനടുത്താണേ. ഒരുമിച്ചാ ജോലി ചെയ്യുന്നത്? എന്തോ പണിയാ ചെയ്യുന്നേ? കവുങ്ങ് പണി, അങ്ങനത്തെ പണി, പിന്നെ മുളക് പണി, അങ്ങനത്തെ അതൊക്കെ ചെയ്യും. അപ്പൊ ആ സ്ഥലത്ത് ഒരു ദിവസം എത്ര രൂപ കിട്ടും? എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടും. ശമ്പളം ഉണ്ട് ഒരു ദിവസം. എത്ര ദിവസം ജോലി വേണം മാസം? അങ്ങനെയൊന്നുമില്ല. ഈ അടയ്ക്കാ പറയുക സീസൺ അതൊരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് കിട്ടും. ബാക്കിയുള്ള സമയത്ത് അതിന്റെ മരുന്നടി കാര്യങ്ങളൊക്കെ ഒരു 3 മാസം, അങ്ങനെ 6 മാസം കിട്ടും. പിന്നെയുള്ള 6 മാസം പണിയില്ല. പിന്നെയുള്ള 6 മാസം എന്ന് പറഞ്ഞാൽ മഴക്കാലം അവിടുത്തെ. അപ്പൊ ആ ജോലിയില്ല സമയത്തൊന്നും? ജോലിയില്ല. ഹോട്ടലിൽ പണിക്കൊക്കെ ആ ഗ്യാപ്പിലാണോ പോകുന്നത്? കിട്ടുന്ന പണിക്ക് പോകും. എല്ലാ പണിയും അറിയാം, എല്ലാത്തിനും പോകും. അപ്പൊ ഈ സമ്പാദിച്ചതെന്ന് എത്ര രൂപ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഡയറിയിൽ ഒരു കണക്കോ കാര്യങ്ങളോ? ഡയറി ഒന്നും വേണ്ട. ഡയറി വെച്ചല്ല എല്ലാവരും വീട്ടുകാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു കണക്ക് എഴുതി വെച്ചിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാങ്ങിച്ചിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. എത്ര കൊടുത്തിട്ടുണ്ട്? ഏകദേശം ഇപ്പം പറയാനായിട്ട് ഒന്നും പറയാൻ പറ്റില്ലാത്തൊരു കണ്ടീഷൻ. അല്ല, മാസം തോറും എത്ര കൊടുത്തിട്ടുണ്ട്? ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണക്കും വെച്ച് കൊടുത്തിട്ടേ ഇല്ല. കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അരി സാധനങ്ങളൊക്കെ മേടിക്കും. ഞാനിപ്പോ ഒരു 5-6 മാസമായിട്ട് മാത്രമേ ഒരു സാധനം മേടിക്കും. അതുകൊണ്ട് ഒരു കുട്ടി പഠിക്കുവോ?
അരി സാധനം കൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? അല്ല, ചെറുക്കൻ്റെ അഡ്മിഷനൊക്കെ പൈസ ഞാനാ കൊടുത്തു. ബുക്ക് വാങ്ങിക്കാൻ ഒന്നും വേണ്ട അല്ലേ? അതൊക്കെ വേണം. അപ്പൊ ഒരു അച്ഛന് ഇത്ര കടപ്പാടില്ലേ? ഇവരെവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അവിടെ എത്ര രൂപ വെച്ച് കൊടുക്കാനായിരുന്നു വ്യവസ്ഥ? എവിടെ? വനിതാ കമ്മീഷനിൽ എവിടെ വെച്ചായിരുന്നു? സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയല്ലോ. അതിന് ഇത്ര രൂപ വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞില്ല, ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ? അത്ര എവിടെ നിന്നാലും 1000 രൂപ വീട്ടിൽ എത്ര രൂപ ഏൽപ്പിക്കുമായിരിക്കും? 1000 രൂപ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 800 രൂപ ഞാൻ കൊടുക്കാം. ഇത്രയും നാളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. 800 രൂപ വെച്ച് കൊടുക്കാം. 1000 രൂപ ഡെയിലി പണി കിട്ടുവാണെങ്കിൽ 6 മാസം കൊണ്ട് എങ്ങനെയാണെന്നും കടം തീരുന്ന കേസല്ലേ ഉള്ളൂ. ഇത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് 200 രൂപ ചിലവിന് കിട്ടിയാൽ മതി. എൻ്റെ ചിലവിന് 200 രൂപ തന്നെ അധികം എനിക്ക്. പക്ഷേ മദ്യപാനം പക്ഷേ എന്താണ്? പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല. ഇപ്പൊ ഇത്ര എത്തിയില്ല. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയാൻ? നേരെ രൂപ ഒരു ഷർട്ടും കൊണ്ടും കഴുകി തരാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്റെ ഭാര്യയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾ പക്ഷേ എന്ന് പറഞ്ഞോണ്ടാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒരു ഭർത്താവ് വീട്ടിൽ കയറി വന്നു കഴിയുമ്പോൾ അവള് വെച്ച വീടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, വെള്ളം കുടിച്ചോ വല്ലതും കഴിച്ചിട്ടാണോ വന്നതെന്നൊക്കെ സാധാരണ പെണ്ണുങ്ങൾ ചോദിക്കും. ഇതങ്ങനെയുള്ള കേസ് കിട്ടുകളൊന്നുമില്ല. അതൊക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു പരാതി തരാൻ. അങ്ങനെയാണ് പിന്നെ നമ്മൾ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടെ താമസിക്കണം എന്ന് പറഞ്ഞാൽ അത് എന്ത് കാര്യത്തിനും ശ്രമിക്കും ഞാൻ. എന്തേലും കാര്യങ്ങളല്ല അങ്ങനെ ഭാര്യ നമുക്ക് എന്തിനാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടത്തി തരാത്ത ഭാര്യയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കൂടെ താമസിക്കണം എന്ന് പറയുന്നത്? കൂടെ താമസിക്കണമെന്ന് എന്റെ കൊച്ച് പിള്ളേരുടെ ഭാവി നോക്കണ്ടേ? 6 മാസം കുഞ്ഞിന് ആദ്യത്തെ കുട്ടിക്ക് 6 മാസം ആയപ്പം പോയ ആളാ. പിന്നെ 14 വയസ്സോ 15 വയസ്സോ ആയപ്പോഴാണ് തിരിച്ചു വരുന്നത്. 13 വയസ്സായപ്പോഴും. അന്ന് ആര് വളർത്തി? അന്ന് ഈ കെയർ ഒന്നും ഇല്ലായിരുന്നോ? അന്ന് ഈ ലവ് ഒന്നും ഇല്ലായിരുന്നോ? അറിവില്ലായ്മ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അറിവില്ലയോ? എനിക്ക് ലോകപരിചയം ഒത്തിരി അറിവുകൾ കിട്ടിയത്. ഞാൻ എറണാകുളം, കൊച്ചി, കൊയിലാണ്ടിയൊക്കെ പോയാൽ എനിക്ക് ഒത്തിരി അറിവുകൾ കിട്ടിയത്. അല്ലാണ്ട് എനിക്ക് ഒന്നും അറിയത്തില്ല. നല്ല അറിവുണ്ടാക്കിയിട്ടല്ലേ വന്നത് ബാബു? അത് കഴിഞ്ഞിട്ടല്ലേ ഈ ഉപദ്രവങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ 8 വർഷം മറ്റൊരു സ്ത്രീയുമായിട്ട് കഴിയുമായിരുന്നു. കഴിഞ്ഞുകൊണ്ടിരിക്കുവല്ലായിരുന്നു. അവർക്ക് ചെലവിന് കൊടുക്കുമായിരുന്നു. അവർക്ക് ഒരു ചെലവിന് ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ചെലവിൽ നിങ്ങൾ കഴിഞ്ഞു. അവരുടെ ചെലവിൽ ഞാൻ കഴിഞ്ഞു എന്ന് വേണേ പറയാം. അങ്ങനെ പറയാം. എന്നാ പിന്നെ എന്തുകൊണ്ട് ആ ലൈഫ് അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൂടായിരുന്നു? കണ്ടിന്യൂ ചെയ്യായിരുന്നു എനിക്ക് വേണമെങ്കിൽ. അതായിരുന്നു നല്ലതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. കുറെ കൂടെ സൗകര്യം അതായിരുന്നല്ലോ. ആ സ്ത്രീയുടെ കുഞ്ഞിനെ അസുഖത്തിന് ആശുപത്രി കൊണ്ടുപോകുകയും ചെലവൊക്കെ ചെയ്തിരിക്കുന്ന ഇയാളാണ്. ആ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ആ സ്ത്രീ ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് നിങ്ങൾ 8 വർഷം കഴിഞ്ഞത്. അവർക്കൊരു ഭർത്താവും ഉണ്ട്, അവർക്ക് കുട്ടിയുണ്ട്. അവർ ബന്ധം വേർപെടുത്തിയിട്ടുണ്ടോ ഒന്നും കാര്യം നിങ്ങൾക്കറിയില്ല. അവരുടെ കൂട്ടത്തിൽ 8 വർഷം നിങ്ങൾ താമസിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ വേണം. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിലേ ഇവിടെ ഞാൻ അവിടെ എന്റെ പൊന്നു മേഡം, ഞാൻ അവിടെ ഇപ്പൊ ഈ എന്റെ അമൃതത്തിൽ വീട് വെച്ചിരിക്കുന്നവർക്ക് ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ വീടും അവരുടെ മക്കളുമായിട്ട് താമസിക്കാൻ ഞാൻ എന്റെ പിള്ളേരെ പോയി കാണും. ഞാൻ തിരിച്ചു പോരും. ഞാൻ എതിലേ പോകുന്നു എങ്ങനെ പോകുന്നു ഒന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ ഇനിയിപ്പോ എന്നെ ജയിലിലേക്ക് വിട്ടാലും ഒരു പരാതിയില്ല. എനിക്ക് ഏറ്റവും സുഖം അതാ. അതല്ല, സെലിൻ വിളിച്ചില്ലല്ലോ നിങ്ങൾ ഭർത്താവായിട്ട് അവരുടെ കൂടെ താമസിക്കാന്? സെലിൻ വിളിച്ചിട്ടില്ല. പിന്നെന്തിനാ ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതിന് തീരുമാനം ഉണ്ടാകണോ? ബാബു ഇവിടെ പരാതി തന്നത് ഭാര്യയും മക്കളും ഒപ്പം വന്ന് താമസിക്കണം. അത് ബാബുവിന്റെ വ്യവസ്ഥകൾ ബാബു പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തായിരിക്കണം. ആ അന്തരീക്ഷത്തിൽ നിന്ന് കുട്ടികളെ മാറ്റണം. ഇവരുടെ വീട് 16 വയസ്സുള്ള എന്റെ കൊച്ചിപ്പം കള്ളുകൂടിയും ഊരി കൂടെ മൊത്തം ഊരുന്നില്ല കോളനി കൂടെ മൊത്തം കൂട്ടുകാരുമായിട്ട് രാത്രി 12 മണി 11 മണി വരെ നടക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ആ ജീവിതം ശരിയാകാന്ന് പറഞ്ഞത്. ആദ്യമായി അവൻ കൂട്ടുകൂടി 3 പേരും കൂടി അവന്റെ കൂട്ടുകാര് അവര് 2-3 പേരും കൂടെ കുടിച്ചു. പോഴക്കര വെച്ച് ഒരു കുപ്പി കിട്ടിയപ്പോൾ അവരത് കുടിച്ചിട്ട് ഞാൻ ചേട്ടായിയോട് പേടിച്ചാണ് വിവരം പറഞ്ഞു. ഇവൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. വന്നത് വിരിച്ചങ്ങ് കിടന്നു. എന്നെ പറ്റിയിടാന്ന് ചോദിച്ചു. അപ്പൊ സ്മെല്ല് എനിക്കറിയാമല്ലോ എന്തായാലും. ഈ മനുഷ്യനുള്ള സ്മെല്ല് എപ്പോഴും അതാണല്ലോ. അത് ഓർത്തിട്ട് ഞാൻ ചോദിച്ചു, നീ കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ അവനെ മുഖം പിടിച്ച് തിരിച്ച് നേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുപ്പിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കുടിച്ചു. ഞാൻ വെള്ളത്തിൽ ചാടി വീണ് കിടക്കുകയായിരുന്നു, ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ച് ചേട്ടായിയോട് ഇങ്ങനെ പറഞ്ഞു. ഉടനെ പൊട്ടിച്ചിരിച്ചിട്ട് അവൻ എൻ്റെ മകന്, അവൻ അങ്ങനെ തന്നെ വേണം, അതാണ് ഇതാണ്, നീ എന്നാത്തിന് ഇത് പതുക്കെ പറയുന്നത്, പേടിച്ച് പറയുന്നത്, ഇത് ഇവിടെ നിനക്ക് വേണമെങ്കിൽ ഞാൻ മിലിറ്ററി കുപ്പി മേടിച്ച് തരാവടാ, നീ തുടങ്ങി. എന്റെ കൊച്ചനോട് പറഞ്ഞാൽ എനിക്ക് മദ്യപിക്കണം
മച്ചാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുത്തേനെ. അത് ശരി. അല്ലാണ്ട് പിന്നെ എന്നെ ഞാൻ മദ്യപിക്കുന്നത് എനിക്ക് ഗുണദോഷിക്കാൻ പറ്റുമോ? ഇല്ല. കുഞ്ഞാലെ അങ്ങനെ ഒരു അച്ഛൻ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. എന്തോ ചെയ്യുന്നത്? കുട്ടി മദ്യം ചോദിച്ചാൽ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന അല്ല ഞാൻ പറയട്ടെ മേഡം, അല്ലാണ്ട് പിന്നെ ഞാൻ അങ്ങനെയാണ് പറയാനുള്ളത്. പിന്നെ എനിക്ക് പിടിച്ച് തല്ലാൻ പറ്റുമോ? തല്ലി കഴിഞ്ഞാൽ അന്നേരം സ്റ്റേഷനിലേക്ക് കൂടുതൽ. അപ്പൊ നിങ്ങൾ തല്ലിയിട്ടുണ്ട്. നിങ്ങൾ തല്ലിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ തന്നെ ഇപ്പൊ സമ്മതിക്കുന്നു. അപ്പൊ കുട്ടിയെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്റെ കൊച്ചു നശിച്ചു പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയല. കാരണം ഞാൻ അവിടെ താമസിച്ച ഞാൻ ഇനി എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. എനിക്കിട്ട് അവൻ അടിയും വെച്ച് തരും, അവൻ നശിച്ചും പോകും. അതെനിക്ക് കണ്ടിന്യൂ ആയിട്ട് എനിക്കറിയാവുന്ന കാര്യം. ഇപ്പൊ ബാബു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം എന്നുള്ളതിനേക്കാൾ അധികം ആ കുട്ടി ആ സറൗണ്ടിങ്സിൽ ആ ഒരു ചുറ്റുപാടുകളിൽ താമസിച്ചു കഴിഞ്ഞാൽ അവൻ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ കുഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ളൊരു സംഗതി അയാൾ പറയുന്നുണ്ട്. എന്താ സെലിൻ്റെ അഭിപ്രായം? എനിക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചീത്തയാകാനുള്ള കുട്ടികൾ ഏത് സാഹചര്യത്തിൽ വളർന്നാലും ചീത്തയാകും. ജീവിക്കണമെന്നും കുടുംബം നോക്കണമെന്നും ഉത്തരവാദിത്തമുള്ള 7 വയസ്സുള്ള അപ്പനെ കുടിച്ചു. 7 വയസ്സുള്ളപ്പോഴേ അപ്പം കുടി തുടങ്ങിയതാണ്. ആ അപ്പന് മകനെ ഉപദേശിക്കാനോ നേരെയാക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ ഈ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ പ്രായത്തിൻ്റെയാണ്, കൗമാര പ്രായം, എടുത്തുചാട്ടത്തിൻ്റെ പ്രായം, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആ പ്രായമാണ്. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ക്ഷമിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രായമല്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവർക്ക് തോന്നുന്ന എന്താണോ അതാണ് ചെയ്യുക. പഠിക്കാത്തതിന് ഞാൻ കുറേ വഴക്ക് പറഞ്ഞു, പരീക്ഷ എഴുതാത്തതിന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ദിവസം 3 കിലോമീറ്റർ നടന്നാണ് ഈ കൊച്ചിനെ എടുത്താണ് ഞാൻ പോകുന്നത്. അതേപോലെ തിരിച്ചും വരുന്നത്. വൈകിട്ട് വന്നിട്ട് വേണം വിറകുണ്ടാക്കണം, വെള്ളം ഉണ്ടാക്കണം, അടുക്കള ജോലി ചെയ്യണം, തുണി അലക്കണം. അതിനിടയ്ക്ക് ഈ ചേട്ടായിയുടെ വെള്ളമുണ്ട് ഷർട്ടും ഒക്കെ കഴുകിയിട്ടിട്ട് ഇച്ചിരി എങ്ങാനും ചെളി കണ്ടിട്ടുണ്ട്, അന്ന് അവിടെ പൊടി പൂരോ വഴക്ക്. എന്നാൽ സ്വയം കഴുകുമോ? അതും ചെയ്യുകയില്ല. എന്നിട്ട് കഴുകാൻ അറിയത്തില്ല, മറ്റേ ഭാര്യ അവളാണെങ്കിൽ നല്ലപോലെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റും? ശരിയാ, എനിക്ക് വെള്ളമുണ്ട് ഷർട്ടൊന്ന് പെട്ടെന്ന് ഈ കൊച്ചിനെ ഇട്ട് കരയിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതല്ല. കൊച്ചിനെ നോക്കാൻ വേറെ ആളില്ല. കൊച്ചിനെ വെച്ചിട്ടെന്നല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയുമല്ല, അറിയത്തില്ല ഒരു നല്ലൊരു തുണി കഴുകിയിട്ടുണ്ട് എങ്ങനെയാണ്. ഞാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യാനില്ലേ? അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ വെള്ളം കൊണ്ട് ഷർട്ട് അവള് കഴുകാറില്ല. നിങ്ങൾക്ക് കഴിയാൻ സമയമില്ലേ? എനിക്ക് സമയം പിന്നെ കൂട്ടി ഇങ്ങനെ ഇടും. അപ്പൊ പുള്ളിക്കാരത്തി കാണുമ്പോൾ അത് എടുത്ത് കഴുകും. അപ്പൊ അതിന് 1-2 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയാവും. ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകുകയില്ല. നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായിച്ചൂടെ ബാബു? എല്ലാ കാര്യങ്ങളും ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ തുണി കഴുകാൻ അറിയത്തില്ല. വീട്ടിൽ കയറി വരുമ്പം വെള്ളം വേണോ ചോറ് വേണോ എന്ന് ചോദിക്കത്തില്ല. ഇതിനകത്ത് ഇങ്ങനെ നിങ്ങൾ കുറ്റം കാണാനേ. പിന്നെ ആ സ്ത്രീ ആരെങ്കിലും കയറി വന്നാൽ താമസിക്കാമെന്ന് പറയുന്നത് ആ സ്ത്രീയായിട്ട് നിങ്ങൾ ഊമിക്കുന്നത് എന്തിനാ ഇവരെ? മറ്റുള്ള സ്ത്രീകൾ ചെയ്യുന്ന കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, അതുപോലെ കണ്ടുപിടിക്കണം. അങ്ങനെയല്ല പറഞ്ഞ അയൽവക്കത്തുള്ളവർ ഇല്ലാതെ നിങ്ങൾ തന്നെ പറഞ്ഞു റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ഒരു വസ്തു വാങ്ങിച്ച് വീട് വെച്ച് കുഞ്ഞുങ്ങളെയും പോറ്റി നല്ല രീതിയിൽ അതുങ്ങളെ ഫീസ് കൊടുത്ത് ആക്കാവുന്നിടത്തോളം പഠിപ്പിച്ചു. അത്രയൊക്കെ ചെയ്തൊരു സ്ത്രീ ജീവിച്ചാലേ പിന്നെ ഏത് സ്ത്രീയാണ് ഇനി അവർ കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് പോലും പറ്റത്തില്ല അത്. എനിക്കൊരു കൂട്ടില്ലാതെ ഒരു കാര്യം ചെയ്യണം, റോഡ് ക്രോസ് ചെയ്യാൻ പോലും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനി അതൊക്കെ അവർ വലിയ അത്ഭുതമാണ് എനിക്കിതൊക്കെ കേൾക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നീതിപൂർവ്വമാണോ നിങ്ങൾ ഇടപെട്ടിട്ടുള്ളത്? നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കൂ ബാബു. ഹലോ യൂട്യൂബ്, മൈ നെയിം ഈസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.